നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ പാർട്ട് 3. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സമ്മേളിക്കുകയും ഈ സമ്മേളനത്തിൽ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് ചരിത്രപ്രധാനമായ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത വർഷമേത്? 1947 ഓഗസ്റ്റ് 15. ഏകദേശം 30 വർഷം കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായിരുന്ന ഗാന്ധിജിയുടെ വധം നടന്ന ദിവസമേത്? 1948 ജനുവരി 30. ഇന്ത്യയിൽ നടന്ന ഹിന്ദു മുസ്ലിം ലഹളകൾക്ക് വിരാമമിട്ടത് ആരുടെ മരണത്തോടെയാണ്? ഗാന്ധിജിയുടെ. കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ കോൺഗ്രസ് വിടുകയും സോഷ്യലിസ്റ്റ് കക്ഷി എന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷി രൂപവൽക്കരിക്കുകയും ചെയ്ത വർഷം 1948 മെയ്. കോൺഗ്രസിൻ്റെ 57ാം സമ്മേളനം ദില്ലിയിൽ വെച്ച് ആരുടെ അധ്യക്ഷതയിലാണ് നടന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. പഞ്ചവത്സര പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? 57ാം സമ്മേളനം. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. വിജയിച്ചത് കോൺഗ്രസ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിക്കാനുള്ള ഗവൺമെൻറ് തീരുമാനം ശരിവച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1953. ഹൈദരാബാദിൽ നടന്ന കോൺഗ്രസിൻ്റെ 58ാം സമ്മേളനം. സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ഒരു കമ്മീഷനെ നിയമിച്ചത് സ്വാഗതം ചെയ്ത കോൺഗ്രസ് സമ്മേളനം ഏത്? 1954 നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കല്യാണിൽ വച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായം സൃഷ്ടിക്കണമെന്ന് കോൺഗ്രസ് ഔപചാരികമായി ആവശ്യപ്പെട്ട സമ്മേളനം ഏത്? ആവടി സമ്മേളനം 1955. കോൺഗ്രസിൻ്റെ ലക്ഷ്യം സോഷ്യലിസ്റ്റ് സഹകരണാത്മകമായ ഒരു കോമൺവെൽത്ത് സ്ഥാപിക്കുകയാണ് എന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം ഏത്? 1957 ഇൻഡോർ കോൺഗ്രസ്. രണ്ടാമത്തെ കേന്ദ്ര പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. രണ്ടാമത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിപക്ഷമായി തീർന്ന സംസ്ഥാനം കേരളം. കേരളത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന വർഷം 1957. 1959 നാഗ്പൂർ കോൺഗ്രസ് പാസാക്കിയ പ്രമേയങ്ങൾ ഏറ്റവും പ്രധാനം എന്തിനെ പറ്റിയായിരുന്നു? കാർഷിക മേഖലയിലെ സംവിധാനത്തെപ്പറ്റി. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1959 മാർച്ച്. ഇന്ദിരാഗാന്ധിയുടെ അധ്യക്ഷകാലത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തെല്ലാം? ബോംബെ സംസ്ഥാനത്തെ മഹാരാഷ്ട്രയും ഗുജറാത്തുമായി വിഭജിച്ചതും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തുകയും പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തത്. ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ കയ്യേറ്റങ്ങൾ നടത്തിയതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചൈനയോടുള്ള പ്രതിഷേധാത്മകമായ ഉറച്ച നയം പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം. ബാംഗ്ലൂരിൽ നടന്ന കോൺഗ്രസിൻ്റെ 65ാം സമ്മേളനം. 1962 നടന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ പാർട്ടി കോൺഗ്രസ്. മൂന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡി സഞ്ജീവയ്യ. കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ദലിതൻ ഡി സഞ്ജീവയ്യ. കോൺഗ്രസ് പ്രവർത്തക സമിതി കാമരാജ് പദ്ധതി അംഗീകരിച്ച വർഷം 1963. ജവഹർലാൽ നെഹ്റു നിര്യാതനായ വർഷം 1964 മെയ് 27. നെഹ്റുവിൻ്റെ മരണശേഷം ആരെയാണ് ഐക്യകണ്ഠേന കോൺഗ്രസ് പാർലമെൻ്ററി കക്ഷിയുടെ നേതാവായി തിരഞ്ഞെടുത്തത്? ലാൽ ബഹദൂർ ശാസ്ത്രി. നെഹ്റുവിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട വ്യക്തി ലാൽ ബഹാദൂർ ശാസ്ത്രി.
1965 സെപ്റ്റംബറിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു. ഈ യുദ്ധത്തിൽ വിജയിച്ചതാര്? ഇന്ത്യ. 1966 ജനുവരിയിൽ ലാൽ ബഹാദൂർ ശാസ്ത്രി നിര്യാതനായത് എവിടെ വച്ച്? തഷ്കൻഡിൽ വച്ച്. കോൺഗ്രസ് പ്രസിഡന്റായ കാമരാജിൻ്റെയും സംസ്ഥാന മന്ത്രിമാരുടെയും പിന്തുണയോടുകൂടി ആരാണ് കോൺഗ്രസ് പാർലമെന്ററി കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ദിരാഗാന്ധി. മൊറാർജി ദേശായി മത്സരിച്ചെങ്കിലും പരാജിതനായി. 1967 നടന്ന 4ാമത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കോൺഗ്രസ്. 4ാമത്തെ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായത് ഇന്ദിരാഗാന്ധി. 1967 രണ്ടാമതായി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ ഉപപ്രധാനമന്ത്രിയായും ധനകാര്യമന്ത്രിയുമായും നിയമിച്ചത് മൊറാർജി ദേശായിയെ. ഇന്ദിരാഗാന്ധി 10 സാമ്പത്തിക പരിപാടി അവതരിപ്പിച്ച സമ്മേളനം 1968 ജൂലൈയിൽ ബാംഗ്ലൂരിൽ കൂടിയ AICC സമ്മേളനം. ജൂലൈ 12 നടന്ന കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് യോഗത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇന്ദിരാഗാന്ധി ആരുടെ പേരാണ് നിർദ്ദേശിച്ചത്? ജഗ്ജീവൻ റാമിൻ്റെ. ഇതിനെതിരായി സഞ്ജീവ് റെഡ്ഡിയുടെ പേരും നിർദ്ദേശിക്കപ്പെട്ടു. ഇതിൽ വിജയിച്ചത് സഞ്ജീവ് റെഡ്ഡി. സിൻഡിക്കേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത് കാമരാജും അനുയായികളും. ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായിൽ നിന്ന് ധനകാര്യ വകുപ്പ് തിരിച്ചെടുത്ത് ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത വർഷം 1968 ജൂലൈ 16. 14 വൻകിട ബാങ്കുകൾ ദേശസാൽക്കരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉടച്ചു വാർത്ത വിപ്ലവമെന്ന് വിശേഷിക്കപ്പെട്ടത് ബാങ്കുകളുടെ ദേശസാൽക്കരണം. ആരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ് സംഘടനാ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെട്ടത്? നിജലിംഗപ്പയുടെ. ഇന്ദിരയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അറിയപ്പെട്ടത് കോൺഗ്രസ് ആർ. ഇന്ദിരാഗാന്ധി ലോക്സഭ പിരിച്ചുവിട്ട വർഷം 1970 ഡിസംബറിൽ. 5ാമത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1971 മാർച്ചിൽ. ഫലം 3/2 കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് ലോക്സഭയിലേക്ക് തിരിച്ചു വന്നു. പ്രിവി പേഴ്സ് നിർത്തലാക്കൽ, ജനറൽ ഇൻഷുറൻസ്, ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്നിവ നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധി. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി എന്നിവയ്ക്കെതിരെയുള്ള ജയപ്രകാശ് നാരായണൻ്റെ സമ്പൂർണ്ണ വിപ്ലവം അരങ്ങേറുന്നത് ഏത് സാഹചര്യത്തിലാണ്? 1973 മൺസൂൺ പരാജയപ്പെട്ടതോടെ ഭക്ഷ്യക്ഷാമം രൂക്ഷമാവുകയും വിലക്കയറ്റം അനിയന്ത്രിതമാവുകയും ചെയ്ത സാഹചര്യം. സമ്പൂർണ്ണ വിപ്ലവം ശക്തി പ്രാപിക്കവെയാണ് അലഹബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശിലെ റായ് ബറേലിയിൽ നിന്നുള്ള പാർലമെന്റിലേക്കുള്ള ഇന്ദിരയുടെ തിരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിച്ച വർഷം 1975 ജൂൺ 12. പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെ നിരസിച്ച് ഇന്ദിരാഗാന്ധി എന്താണ് പ്രഖ്യാപിച്ചത്? അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാന രാഷ്ട്രീയ നേതാക്കളെ ജയിലിലടച്ചതിന് പുറമെ എല്ലാ പൗരസ്വാതന്ത്ര്യങ്ങളും റദ്ദാക്കുകയും പത്ര സെൻസർഷിപ്പ് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. ഇതിന് ന്യായീകരണമായി ഇന്ദിരാഗാന്ധി എന്താണ് പറഞ്ഞത്? JP പ്രസ്ഥാനത്തിൻ്റെയും പ്രതിവിപ്ലവ ശക്തികളുടെയും ഭരണഘടനേതര വെല്ലുവിളികളെ ഭരണഘടനാപരമായി നേരിടാനായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പരാധീനതയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് എന്താണ്? ഇന്ദിരാഗാന്ധി ഏകപക്ഷീയമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ വിമർശിക്കാനോ തടയാനോ മുതിരാത്തത്. അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1977. 30 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് ആദ്യമായി കേന്ദ്രത്തിൽ ഒരു കോൺഗ്രസ് ഇതര ഗവൺമെൻറ് അധികാരത്തിൽ വന്ന വർഷം 1977. ഇന്ദിരാഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെട്ട സമയത്ത് ഇന്ദിരയും അനുയായികളും ചേർന്ന് രൂപവൽക്കരിച്ച പാർട്ടി കോൺഗ്രസ് I. സ്വരൺ സിംഗ് നയിച്ച പാർട്ടി കോൺഗ്രസ് S. ജനതാ ഗവൺമെൻറ്റിൻ്റെ പതനത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1980. 1980 നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതാര്? കോൺഗ്രസ്. 542 സീറ്റിൽ 360 നേടി.
ഇന്ദിര വധിക്കപ്പെട്ടതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയെ നയിച്ചത് രാജീവ് ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം തിരഞ്ഞെടുപ്പ് നടന്ന ആ വർഷം 1984 തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് സീറ്റുകളുടെ 80% കോൺഗ്രസ് നേടി. സമുന്നയത്തിൻ്റെയും സമവായത്തിൻ്റെയും വക്താവായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രാജീവ് ഗാന്ധി. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധി. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി വിശേഷിക്കപ്പെട്ടത് VP സിംഗ്. ഇന്ത്യയിലെ രണ്ടാമത്തെ കോൺഗ്രസേതര മന്ത്രിസഭ 1989 നിലവിൽ വന്നത് ആരുടെ നേതൃത്വത്തിൽ? VP സിംഗ്, കമ്മ്യൂണിസ്റ്റ്, BJP, മറ്റ് ഇതര പാർട്ടി പിന്തുണയോടെ. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1989. 1991 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൊല്ലപ്പെട്ട രാഷ്ട്രീയ നേതാവ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ മരണശേഷം കോൺഗ്രസ് പ്രധാനമന്ത്രിയായത് നരസിംഹ റാവു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവു. വിദേശ നയത്തിലെ നെഹ്റുവിയൻ പാരമ്പര്യത്തിൽ നിന്നുള്ള ദിശാമാറ്റം സംഭവിക്കുന്നത് ആരുടെ ഭരണകാലത്ത്? നരസിംഹ റാവുവിൻ്റെ. ചേരിചേരാ നയത്തെ ശക്തിപ്പെടുത്തുന്നതും ബഹുധ്രുവ ലോകത്തിൽ അധിഷ്ഠിതവുമായ വിദേശ നയത്തിൽ നിന്നും അമേരിക്കയുടെ മേൽക്കോയ്മയിലുള്ള ഏകധ്രുവ വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനം നടക്കുന്ന വർഷം 1990. സോണിയാഗാന്ധി പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത വർഷം 1998 മാർച്ച്. സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം കോൺഗ്രസ് അധികാരത്തിലെത്തിയ വർഷം 2004. 14ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യം UPA ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ അധികാരത്തിലെത്തി. സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം നിരസിച്ചതിനെ തുടർന്ന് ആരാണ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഡോക്ടർ മൻമോഹൻ സിംഗ്. രണ്ടാം മൻമോഹൻ സിംഗ് മന്ത്രിസഭ നിലവിൽ വന്ന വർഷം 2009. രാഹുൽ ഗാന്ധി കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ വർഷം 2013. 2014, 2019, 2024 എന്നീ വർഷങ്ങൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മന്ത്രിസഭ രൂപീകരിച്ച പാർട്ടി BJP. തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കെത്തിയ BJP നേതാവ് നരേന്ദ്രമോദി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.